അതുപോലെ ഈ സിനിമയിലെ നായിക ഇപ്പോൾ നമ്മൾ അഖിൽ സത്യൻ എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിങ് ഉണ്ട്. നിവിൻ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അളവിൽ നമുക്ക് കിട്ടി. അത് ഇതിന് രണ്ടുമല്ലാതെ ഒരു പുതിയൊരു ബോണസ് എന്ന് പറയുന്ന പോലെയായിരുന്നു നായികയുടെ പ്രകടനം. ഒരു നായികയെ സാധാരണഗതിയിൽ ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ ഒരുപാട് നായികമാരെ കണ്ടെത്തിയിട്ടുണ്ട്. ഫാസിലിൻ്റെ സിനിമകളിലൂടെ നായികമാർ വന്നിട്ടുണ്ട്. സത്യൻതികാന്റെ മൂവിയിൽ തന്നെയായിരുന്നു നയൻതാര വന്നിട്ടുണ്ടായിരുന്നത് മനസ്സിനക്കരയിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് നായികമാരുടെ ആദ്യ സിനിമ അതിഗംഭീരമായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ റിയ ഷിബു എന്ന് പറയുന്ന നായിക, ഡെലൂലു എന്ന ക്യാരക്ടർ, നമ്മുടെ ചിരിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന പ്രേതങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. പേടിക്കുന്ന പ്രേതം, അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിന് സ്വന്തമായി ശബ്ദം കൊടുക്കുന്നു. സാധാരണ ഡബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ആളുടെ സ്വന്തം ശബ്ദം തന്നെയാണോ എന്ന് ഡൗട്ടുള്ളവർക്ക് മുന്നിൽ അവർ ഇൻ്റർവ്യൂസ് കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് അവരുടെ തന്നെ വോയിസാന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ രസകരമായിട്ടുള്ളൊരു കണ്ടെത്തൽ തന്നെയായിരുന്നു അത്. പ്രശസ്ത പ്രൊഡ്യൂസറായിട്ടുള്ള ഷിബു തമീൻസ് മകളാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും അത് സംവിധായകന്റെ ചോയ്സ് ആണെന്ന് അറിയാം. എന്നാലും ഇതിന്റെ പുറകിൽ ഇതിന്റെ ഒരു ഊർജ്ജമായി നിന്ന ഒരാളെന്ന രീതിയിൽ ഈ നായികയിലേക്കുള്ള ഒരു കണ്ടെത്തലും തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു? അഖിൽ സത്യൻ ഡയറക്ടറുടെ മറ്റൊരു സ്ട്രെങ്ത് കാസ്റ്റിംഗ് ആണ്. എല്ലാവരും പറയണത് അത്. പിന്നെ മുമ്പിലത്തെ സിനിമ പാച്ചുവും അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഉമ്മച്ചിയുടെ റോളുണ്ട്. അതിൽ സീനിയർ ആയിട്ടുള്ളൊരു ഡയറക്ടർ അഖിലിനോട് പറയേണ്ടത് ഇത്ര, ഈ സിനിമ വർക്കൗട്ട് ആകാൻ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഈ ഉമ്മച്ചിയുടെ അഖിൽ നരേറ്റ് ചെയ്യണ പോലത്തെ ഒരു ക്യാരക്ടറെ കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. മലയാള സിനിമയിൽ ഇപ്പോഴുള്ളവർ ആരും ഇല്ല എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആ പ്രായത്തിൽ അഖിലിൻ്റെ മനസ്സിൽ കാണുന്ന പോലത്തെ ഒരു ആളെ കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞൊരാൾക്കാരുണ്ട്. പക്ഷെ അന്ന് അഖിലിൻ്റെ അടുത്ത തീരുമാനവും ആ കാസ്റ്റ് ചെയ്ത ആളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത്ര ഭംഗിയാണ്. അപ്പോൾ കാസ്റ്റിംഗ് അഖിലിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്, സംശയമില്ല. അത് തന്നെയാണ് ഇപ്പോൾ റിയ ഷിബുവിൽ വന്നേക്കുന്നത്. അതെ.